1498 കാപ്പാടിന്റെ കടൽത്തീരത്ത് ഒരു സാധാരണ പ്രഭാതം. മത്സ്യത്തൊഴിലാളികൾ വലയിറക്കാൻ തയ്യാറെടുക്കുന്ന സമയം. കാറ്റ് മന്ദമാകെ വീശുന്നു. പക്ഷേ അങ്ങ് ദൂരെ ഒരു കാഴ്ച മത്സ്യത്തൊഴിലാളികളെ നിശ്ചലരാക്കി. അകലെ നിന്ന് കടലിനെ കീറി മുന്നോട്ടു നീങ്ങുന്ന 3 വലിയ മരക്കപ്പലുകൾ. മലബാറിലൊരിക്കലും കണ്ടിട്ടില്ലാത്ത രൂപം. കപ്പലുകളുടെ മുകളിൽ നിന്ന് പറക്കുന്ന വ്യത്യസ്ത പതാകകൾ. മരപ്പുറത്ത് നിൽക്കുന്ന ആയുധധാരികൾ. താഴേക്ക് വീശുന്ന അജ്ഞാത പതാകയുടെ നിഴൽ. എല്ലാം ചേർന്നൊരു ഭയവും വിസ്മയവുമായിരുന്നു. കപ്പലുകൾ തീരത്തേക്കടുക്കുമ്പോൾ ഒരു ഉയരം കൂടിയ അപരിചിത വേഷധാരി മുൻഭാഗത്തേക്ക് വരുന്നു. കടൽക്കാറ്റിൽ വീശുന്ന നീണ്ട കോട്ട്. കയ്യിലൊരു വലിയ കോമ്പസ്. അവന്റെ മുഖത്ത് ഒരു തീക്ഷ്ണമായ ആത്മവിശ്വാസം. കപ്പൽ കരയണഞ്ഞു. ആ അത്ഭുത വേഷധാരി ഭൂമിയിൽ കാൽവെക്കുന്ന നിമിഷം മലബാർ തീരത്തിന് അതിന്റെ ഭാവി മാറാൻ പോകുന്നതിന്റെ ശബ്ദം പോലുമില്ലായിരുന്നു. അവന്റെ പേര് വാസ്കോ ഡ ഗാമ. ക്രിസ്ത്യാനികളെയും മസാലകളും തേടി വന്നതാണ്. അവൻ പറഞ്ഞ ഈ വാക്കുകൾ സാധാരണമെന്നുപോലെ തോന്നിയെങ്കിലും അത് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ തുറമുഖം തുറന്ന നിമിഷമായിരുന്നു. അന്ന് മലബാർ സമൃദ്ധമായ വ്യാപാരത്തിന്റെ നാടായിരുന്നു. അറബ് വ്യാപാരികളും ഇന്ത്യൻ മാപ്പിള വ്യാപാരികളും കാലിക്കറ്റ് സാമൂതിരി രാജാവിന്റെ അധികാരത്തിൽ ശാന്തമായ സ്പൈസ് ട്രേഡ് നടത്തിവരികയായിരുന്നു. പക്ഷേ ഗാമിയുടെ വരവ് പുതിയൊരധ്യായമായിരുന്നു. യൂറോപ്യന്മാർ ആദ്യമായി സമുദ്രമാർഗം ഇന്ത്യയിലെത്തുന്ന നിമിഷം. അന്നതൊരു അതിഥിവരവായിരുന്നു. കാലം കടന്ന് വർഷങ്ങൾ മാറി. പോർച്ചുഗൽ ഗാമയെയും മറ്റ് സംഘങ്ങളെയും വീണ്ടും വീണ്ടും മലബാറിലേക്ക് അയച്ചു. പക്ഷേ ഇപ്പോൾ ട്രേഡ് മാത്രമല്ല ലക്ഷ്യം. ഇപ്പോൾ അവർക്ക് വേണമെന്നത് കടലിനെ പിടിച്ചെടുക്കൽ, തീരങ്ങളെ കീഴടക്കൽ. ഗാമയുടെ 2ാം വരവിൽ അവന്റെ മുഖത്ത് ആദ്യത്തെ യാത്രയിലെ വിനീതതയില്ലായിരുന്നു. അവന്റെ ചുവടിനൊപ്പം ഭീഷണിയും, കപ്പലുകൾക്കൊപ്പം യുദ്ധവും. അവൻ ട്രേഡ് നിബന്ധനകൾ പാലിക്കാത്തതായി പറഞ്ഞ് തീരങ്ങളിലെ ഗ്രാമങ്ങൾക്ക് നേരെ ഭീകരമായ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. കാലിക്കറ്റ് തീരത്ത് പണികഴിപ്പിച്ചിരുന്ന മാർക്കറ്റുകൾ ഒന്നൊന്നായി തീയിൽ ചുട്ടുപോയി. 100 കണക്കിന് കുടുംബങ്ങൾക്ക് ഒരു രാത്രിയിൽ എല്ലാം നഷ്ടപ്പെടുത്തി. ഏറ്റവും ക്രൂരമായ നിമിഷം 1502 സംഭവിച്ചത്. മക്കയിലേക്ക് യാത്ര തിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും നിറഞ്ഞ ഒരു വലിയ കപ്പൽ. ഗാമയുടെ കപ്പലുകൾ ആ കപ്പൽ തടഞ്ഞു. അത് തീ വെച്ച് നശിപ്പിച്ചു. കാറ്റിനൊപ്പം ഉയരുന്ന നിലവിളി. കപ്പലിലുണ്ടായിരുന്ന 300-ൽ പരം നിരപരാധികൾ കൊല്ലപ്പെട്ടു. ഇത് മലബാറിന്റെ കടലിൽ ഇന്നും മാറാത്ത മുറിവായി. അന്നു മുതൽ വാസ്കോ ഡ ഗാമ ഒരു അതിഥിയല്ലാത്തവനായി. അവൻ മലബാറിന്റെ കടൽ മുറിവിലാക്കിയ ഒരു ശത്രുവായി മാറി. പക്ഷേ മലബാർ ചാഞ്ചാട്ടമില്ലാതെ നിന്നില്ല. സാമൂതിരിയുടെ കടൽ പടയാളികൾ മുന്നോട്ടു വന്നു. കുഞ്ഞാലിമരയ്ക്കാർ കടലിൽ സൈന്യത്തെ തുരത്തി. മലബാർ തീരം തീർത്തും യുദ്ധഭൂമിയായി മാറി. 1498 തണുത്ത കാപ്പാട് തീരത്ത് അതിഥിയായി ഇറങ്ങുന്ന മനുഷ്യൻ 2 പതിറ്റാണ്ടിനുള്ളിൽ മലബാറിന്റെ ഏറ്റവും വലിയ വേദനയായി തീർന്നു. ചരിത്രമൊരിക്കലും മറക്കുന്നില്ല.